ഹലോ, മൈ നെയിം ഈസ് ഫഹീം. എൻ്റെ കഴിഞ്ഞ ടൈമിൽ 2025 കേരള റാങ്ക് എന്ന് പറഞ്ഞത് 30 ആയിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പറഞ്ഞാൽ എങ്ങനെ വീക്ക്ലി എക്സാംസിൽ എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം, റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. ഞാൻ ഉപയോഗിച്ച കുറച്ച് ട്രിക്സ് ഒക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീക്ക്ലി എക്സാംസിൽ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ചില ആൾക്കാരുടെ തോട്ടൊക്കെ ഉണ്ടാവും, 3 ഇതേ ഉള്ളൂ, ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് ഒരാഴ്ച ടൈമും ഉണ്ട്, അപ്പോൾ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഉള്ളൊരു തോട്ടുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അതേ സമയം തന്നെയാണ്, അതേ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെക്കാട്ടിലും പഠിക്കുന്നവർ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കൂടെ. അവരുടെ കൂടെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തെന്നാ റാങ്ക് കിട്ടുക പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ടാസ്ക് തന്നെയാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്ലി എക്സാംസും നമ്മൾ സ്കിപ്പ് ചെയ്ത് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 3 ചാപ്റ്ററേ ഉള്ളൂ, അത് സ്കിപ്പ് ചെയ്താലും ഒരു പ്രശ്നം വരാനില്ല, ഒരു 10-15 ഒരു ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യനൊക്കെ വെച്ച് ഒരു 20 മാർക്ക് പോയാലും നമുക്ക് നീറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ള ലെവലിലാവും ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും മണ്ടത്തരം ചെയ്ത് ചിലപ്പോൾ സിമ്പിൾ എക്സാം ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യരുത്, എല്ലാ ചാപ്റ്ററും പഠിക്കണം എന്നുള്ളതാണ്. ഞാനൊക്കെ ഇതിന്റെ ഇത് കണ്ടാല് കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ 2-3 ആബ്സെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആ ചാപ്റ്റർ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നത്തെ കൊല്ലാണെങ്കിലും പക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമിന് മുന്നേ ഞാൻ പക്ക തറവായിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ ആ സ്കിപ്പ് ചെയ്ത ചാപ്റ്റേഴ്സിന്റെ എക്സാമും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും വീക്ക്ലി എക്സാംസിൽ മാക്സിമം ട്രൈ ചെയ്യുക. അത് കിട്ടിയോ മാർക്ക് കുറഞ്ഞതെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. അതുപോലെ തന്നെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. നമ്മൾ അതിൽ പഠിച്ച മിസ്റ്റേക്സ് ഉണ്ടാവും. ഇപ്പോൾ ഓരോ ചാപ്റ്ററും നമ്മൾ പഠിച്ച മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ചിലത് നോർമലായിട്ട് വിടും, അത് ഭയങ്കര മണ്ടത്തരാണ്. നമ്മൾ അത് എന്തൊക്കെ മിസ്റ്റേക്സാണ് പറ്റിയ വെച്ചാൽ അത് എഴുതി വെക്കണം, കറക്ഷൻ ബുക്ക് ഉണ്ടാക്കണം. നമ്മൾ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് കറക്ഷൻ ബുക്ക് എന്തോന്നാലും ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര ലാസ്റ്റിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് വഹിക്കും. നമ്മൾ ഒരിക്കലും വീക്ക്ലി എക്സാംസിൽ ഒരു 500 രൂപ കിട്ടുന്നതിന് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ മോഡൽ എക്സാമിൽ ഗോൾഡ് മെഡൽ കിട്ടും, അതിനപ്പുറത്തേക്ക് നീറ്റ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടിലും അപ്പുറത്തെ ക്യാഷ് പ്രൈസ് കിട്ടും. ഇപ്പോൾ ഓൾ ഇന്ത്യ ഹോസ്റ്റൽ കിട്ടുന്ന കോടികളൊക്കെയാണ് നമുക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയേണ്ട കാര്യം. നീറ്റാണ് മെയിൻ ഇമ്പോർട്ടൻസ്. വീക്ക്ലി എക്സാംസിൽ മാക്സിമം ട്രൈ ചെയ്യരുതെന്നല്ല, മാക്സിമം ട്രൈ ചെയ്യണം. അതിൽ പാളിപ്പോയ സംഭവങ്ങളൊക്കെ എഴുതി വെച്ച് മുന്നോട്ട് പോകണം. ഇനി വീക്ക്ലി എക്സാംസിൽ എങ്ങനെ ഭയങ്കര സ്കോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ട കാര്യം മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഭവമാണ് മൈൻഡ് സെറ്റ്. നമ്മൾ ഭയങ്കര അടിപൊളി മൈൻഡ് സെറ്റോട് കൂടി പഠിച്ച് അടിപൊളിയായിട്ട് അതും എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കോറും ഉണ്ടാവും. അപ്പോൾ ചില വീക്കൊക്കെ നമുക്ക് ഭയങ്കര മോശം മൈൻഡ് സെറ്റ് ഒക്കെ കാരണം അപ്പം പഠിക്കാൻ കഴിയില്ല, അങ്ങനെ പഠിക്കാതിരുന്നാൽ ഒന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു മൂഡിലേക്ക് എത്തുന്ന ആഴ്ചകളും ഉണ്ടാവും. അപ്പോൾ ആഴ്ചകൾ നമ്മളെ റാങ്ക് ഭയങ്കര പിന്നോട്ടുമായിരിക്കും. അപ്പോൾ 2 അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മൈൻഡ് സെറ്റ് എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്. സത്യം കൂളായിട്ട് നിൽക്കുക, ഭയങ്കര കോൺഫിഡൻസ്, അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല ഓഫ്കോഴ്സ്, പക്ഷെ എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ. അതുപോലെ തന്നെ കൂളായിട്ട് നിൽക്കുക. പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കുറേ നേരം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മടുക്കും. ഓഫ്കോഴ്സ് അതിൽ ഉള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞാലും നമ്മൾ കുറേ ടൈം എടുക്കുമ്പോൾ അത് മടുത്ത് കളയും. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടൊക്കെ പഠിക്കുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആദ്യം ബയോളജി ഒരു 1/2 മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ ഫിസിക്സ് ഒരു 1/4 മണിക്കൂർ. ഫിസിക്സ് നമുക്ക് കുറേ ടൈമൊന്നും ചിലപ്പം ഇരിക്കാൻ കഴിഞ്ഞോളം എന്നില്ല. അപ്പോൾ ഫിസിക്സ് 1/4 മണിക്കൂർ പഠിക്കുക, പിന്നെ കെമിസ്ട്രി ഒരു 1/4 മണിക്കൂർ പഠിക്കുക, പിന്നെ ബയോളജി തന്നെ എടുക്കുക, ബയോളജി ഒരു 1/2 മണിക്കൂർ പഠിക്കുക. അങ്ങനത്തെ മിക്സ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയാൽ ഒന്നും ചടയ്ക്കാത്ത രൂപത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി ഒന്നും പിന്നെ നഷ്ടപ്പെട്ടോളം എന്നില്ല. നമ്മൾ ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് എടുക്കുന്ന സമയം നമ്മൾ വേറെ സംഭവം പഠിക്കുന്നു എന്നുള്ളത് മാത്രം.
അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നതാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെ. ഞാൻ അങ്ങനെ മിക്സഡ് ആയിട്ട് പഠിക്കും. ഞാൻ അങ്ങനെ ഒരു ടാബിൽ കുറേ ബുക്കൊക്കെ ഉണ്ടാവും, ഞാൻ ഇങ്ങനെ മറച്ചു വെക്കും, പിന്നെ മാറ്റും, പിന്നെ മറച്ചു വെക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന കുറേ സാർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങനെ മിക്സഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവം. കാരണം കുറേ ബുക്കൊക്കെ ഉണ്ട് എൻ്റെ ബെഡ്മേൽ ഇരുന്നിട്ട് തന്നെ ചിലപ്പോൾ കുറേ ബുക്കൊക്കെ ഉണ്ടാവും. അതിങ്ങനെ മിക്സഡ് ആയിട്ട് തന്നെ ഞാൻ അങ്ങനെ പഠിച്ചു പോകാറാണ് പതിവ് ഉണ്ടായിരുന്നത്. പിന്നെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് കുറെ ഇപ്പോൾ നമ്മൾ എൻസിആർടി തന്നെ പഠിക്കുക, പുറത്തോട്ടൊന്നും വല്ലാണ്ട് ഫോക്കസ് ചെയ്യണ്ട, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഞാൻ കുറെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഞാനൊക്കെ നടന്നൊക്കെ ഇങ്ങനെ പഠിക്കുമായിരുന്നു. എനിക്കിങ്ങനെ ബോറടിക്കുമ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പഠിക്കും, ഇരുന്ന് പഠിക്കും, കിടന്ന് പഠിക്കും. അത് പല രൂപത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്നാലും എനിക്ക് ഏകദേശം ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് 14 മണിക്കൂറൊക്കെ പഠിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ എങ്ങനെ പോയാലും എനിക്ക് ക്ലാസ്സും പാടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈം പോലും കൂട്ടിയാൽ പോലും എനിക്ക് 14 മണിക്കൂറിലൊന്നും എത്താറില്ല. ഞാനൊരു 10 മണിക്കൂർ മാക്സിമം അങ്ങനെയൊക്കെ എത്താറുള്ളൂ. പക്ഷെ ഞാൻ പഠിക്കുന്ന ടൈം മാക്സിമം എഫക്റ്റീവായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് എന്നതാണ്. പിന്നെ നമ്മൾ ഫ്രീ ടൈമൊക്കെ കുറേ ടൈം കിട്ടും. ആ ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോവുക എന്നുള്ള ഒരിക്കലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാരെ ഞാൻ അങ്ങനെ പാലേന്നോ ബ്രില്യൻറ്റ് ഉള്ളതിനെ കുറേ ആൾക്കാരെ വീഡിയോസ് ഇങ്ങനെ കാണാനുണ്ട്, ഹോസ്റ്റലിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നും അത്രക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയം തന്നെ ആയിരിക്കും ഓല് ആ ഒരു ടൈമിൽ തന്നെയൊക്കെയാണ് അവരും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പിന്നെ മാറിപ്പോകും. നമ്മൾ പഠിക്കുന്ന ടൈം കൂടുതൽ എഫക്റ്റീവ് അല്ലാത്തൊരു ടൈമിലേക്ക് എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനെ ഒരിക്കലും പോകരുത്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് ഫ്രണ്ട്സോട് തന്നെ കുറേ ടൈമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാതൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും കുറേ ടൈം പഠിത്തത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആയിട്ട് നമ്മൾ ഇതാക്കരുത്. ഇപ്പോൾ വേറെയുള്ള ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പറയേണ്ട കാര്യം. പിന്നെ പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ടൈം മാക്സിമം എഫക്റ്റീവ് ആക്കണം. നമ്മൾ ഇപ്പോൾ ഞാൻ കിടന്ന് ഇരുന്ന് അങ്ങനെയൊക്കെ പഠിക്കുന്ന പറഞ്ഞാൽ ഞാൻ മാക്സിമം എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഞാൻ പഠിച്ചിട്ട് മാക്സിമം എഫക്റ്റീവ് ആക്കുക എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ, ഈ ആപ്പിലെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ ലാസ്റ്റ് ഇങ്ങനെ ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ½ ഒക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഓരോ ഇയർ ക്വസ്റ്റ്യനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് സാർമാർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ 2x 3x ഇട്ടാണ്ട് ആപ്പിലെ ബ്രില്യൻറ്റിലെ ആപ്പിൽ 3x വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടാണ് ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്, സാറുമാർ ഉപയോഗിക്കുന്ന ട്രിക്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ തന്നെ ആയിരുന്നു. നമുക്ക് അത് ഇതിൽ പോയിട്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല നമുക്ക്. പക്ഷേ എന്നാലും അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ എക്സാമിൽ പോയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ആ പ്രാവശ്യം ചെയ്തില്ലെങ്കിലും നമ്മൾ പിറ്റത്തെ പ്രാവശ്യം പോയിട്ട് നമ്മൾ അത് ശരിയാക്കും. പിന്നെ ആ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യും എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മൾ അത് റെഡിയാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തെന്നാലും ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവുക എന്ന് വരില്ല, പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. പിന്നെ ആപ്പിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമൊക്കെ കുറച്ച് ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം കുറേ കമന്റ്സ് അങ്ങനെ കണ്ട് ആപ്പിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൽ വല്ലാണ്ട് പ്രിഫർ ചെയ്യാറില്ല. കാരണം കുറേ ടൈം വേസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറ്. കാരണം ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ അരമണിക്കൂർ കൊണ്ട് 30 ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം നമ്മൾ ഫുൾ കോൺഫിഡൻസും കളയുന്നു. പിന്നെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ എത്തുന്നില്ല. പിന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രൂപത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പറയുന്ന കാര്യം, എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പല വീഡിയോയിൽ. പക്ഷെ എന്നാലും ഒന്നുകൂടി ഞാൻ പറയുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ എക്സാം ആണോ ടഫ് എക്സാം ആണോ പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ നീറ്റിന് 2025 എനിക്ക് വല്ലാണ്ട് മനസ്സിലായിട്ടൊന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു പേപ്പറായിരുന്നു. പക്ഷെ അങ്ങനത്തെ പേപ്പറാണെങ്കിൽ പോലും മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെന്നാലും എങ്ങനത്തെ പേപ്പറാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം എങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. ഇപ്പോൾ ഒരു പക്ക സിമ്പിൾ എക്സാം ആണെങ്കിൽ നമ്മൾ 5-6 വട്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഒരു 3 വട്ടം റഫായിട്ട് ഇങ്ങനെ കടന്നു പോയിട്ട് ഒരു 4ാമത്തെ വട്ടം കൈമലൊക്കെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് പിന്നെ ആ കിട്ടാത്ത ക്വസ്റ്റ്യൻസിലൂടെ മാത്രം കടന്നു പോവുക എന്നുള്ള രൂപത്തിലേക്കൊക്കെ എത്തുക, അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു സിമ്പിൾ എക്സാം ഒക്കെ വന്നാൽ ഒരു ക്വസ്റ്റ്യൻ പോയാൽ
തന്നെ അത് ചിലപ്പോൾ പല കോളേജുകളും മാറി മാറി ഇങ്ങനെ വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് കിട്ടേണ്ട ഒരാള് പിന്നെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് പോയാൽ ചിലപ്പോൾ കേരളത്തിലേക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം വന്നിട്ടായി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും സിമ്പിൾ എക്സാം ആണെങ്കിൽ ആ ഒരു ടഫ് എക്സാം പോകുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകരുത് എന്നതാണ്. പിന്നെ ടഫ് എക്സാം വരുമ്പോൾ നമുക്ക് അതിന് മാത്രം ടൈം ഉണ്ടാവില്ല കടന്നു പോകാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ പെട്ടെന്ന് സ്പീഡായിട്ട് പ്രോബ്ലംസ് ഒക്കെ സ്പീഡായിട്ട് ചെയ്യണം. നമ്മൾ 2-3 വട്ടം പ്രോബ്ലംസ് ഒന്നും ചെയ്ത് നോക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒറ്റ വട്ടം കൊണ്ട് തന്നെ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ശരിയായിക്കോളണമെന്നൊന്നുമില്ല, 1-2 ദിവസത്തിനൊക്കെ അങ്ങനെ തെറ്റാം. പക്ഷെ എന്നാലും നമുക്ക് ലാഭം തന്നെ ആയിരിക്കും അവസാനം വരുമ്പോൾ. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അഡീഷണലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും ഒരേ പാറ്റേണിൽ നമ്മൾ പോകരുത്. പിന്നെ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ OMR ഫില്ല് ചെയ്യാൻ നോക്കുക. അതിന് തന്നെ നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ തന്നെ കൂടെ OMR ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം പല ടീച്ചേഴ്സും അത് പറയുന്നതാണ്. ഞാനും ആ ഒരു മെത്തേഡിലായിരുന്നു പോയിരുന്നത്. പക്ഷേ 99% ആൾക്കാരും ആ ഒരു മെത്തേഡിലല്ല പോകുന്നത്. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആ ഒരു മെത്തേഡിൽ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. പിന്നെ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ വീക്ക്ലി എക്സാംസ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാരണവശാലും തളയരുത്. നമ്മൾ ഈ ഒരു പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടണം എന്നുള്ള രൂപത്തിൽ തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ മാക്സിമം ഒരാഴ്ച ടൈം ഉണ്ടെങ്കിൽ അത് മാക്സിമം ടൈം വീക്ക്ലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോണതിൽ ഒരു തെറ്റും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ തന്നെ പോയാൽ നല്ലത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ക്ലാസ് അറിയാത്ത ഒരാളാണെങ്കിൽ ക്ലാസ് എന്താണ് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിലെ സംഭവങ്ങളും പഠിക്കണം. പിന്നെ ബാക്കിയുള്ള ടൈമാണ് എക്സാമിന് സ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ പക്ഷേ റിപ്പീറ്റ് ടൈമിൽ ഞാൻ മാക്സിമം ടൈം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പോയത്. ക്ലാസ് ഒന്നും അങ്ങനെ ഇമ്പോർട്ടൻസ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കും, നോട്ട് ചെയ്തും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ സംഭവവും റിവൈസ് ചെയ്യും, ക്ലാസ്സിൽ എടുത്ത സംഭവങ്ങളൊക്കെ. ബാക്കിയുള്ള ടൈം ഫുൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.